ചേടാ ഈ വട്ടത്തെ ഓണം ചന്ദ്രനിലോട്ട് മാറ്റിയെന്നോ? ആടാ ചന്ദ്രനിലോട്ട് മാറ്റി. ഓഫർ കിട്ടണമെങ്കിൽ ചന്ദ്രനിൽ പോണം. എന്റെ ദൈവം, അപ്പൊ ഈ തവണ ഭൂമിയിലൊന്നും ഇല്ല ഓഫർ? ഒന്നും ഇല്ലെന്ന്. എടാ എനിക്ക് ചന്ദ്രനിലോട്ടാ വിസ ഇല്ലടാ. എടാ ഡെലിവറി കാണുമോടാ ചന്ദ്രനിന്ന്? എടാ ഡെലിവറി ഒന്നും ഇല്ല, ചന്ദ്രനിൽ പോയി വാങ്ങിച്ചാലേ പറ്റൂ. പക്ഷെ ഇനി ചന്ദ്രനിലോട്ട് പോണല്ലോ. കട്ട് ചെയ്തിട്ട് പോയോ കാര്യം പറയുന്നതിന് മുമ്പ്? അതെ, ചന്ദ്രനിലോട്ട് പോകാനുള്ള വിസയ്ക്കുള്ള ആപ്ലിക്കേഷനാ. എന്റെ പൊന്നു റോബോസകാരാ, ഇതിനു മുമ്പ് ഞാൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ വരുമായിരുന്നു. ചുമ്മാ റോബോട്ടിനെ കളിയാക്കരുത്. സീൽ അടിക്കണോടാ അതോ റിജക്ഷൻ വേണ്ടോടാ? എന്താണ് വേണ്ടേ? സീൽ അടിക്കണോ അതോ റിജക്ഷൻ വേണോ? പറ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, കാലം പോയ ഓക്കെ. എന്റെ കാലം അടിക്കേണ്ട അവസ്ഥയായിട്ട്. അയ്യോ സാർ വേണ്ട, അടിച്ചെന്നേക്ക്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുവാണെങ്കിൽ വിസ. ചോദിച്ചോ റോബോസകത്തര. ചോദ്യം ഇതാണ്, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ്? നീലത്തിമിംഗലോ? അല്ല നീലത്തിമിംഗലല്ല, നീലാകാശം പച്ചക്കും. അയ്യോ അതല്ല നിലംബരൻ. ദിഗംബരൻ. പഠിക്കാൻ വിട്ടാ പഠിക്കണമായിരുന്നു, വായി നോക്കി നടക്കുക. വിസ. പിന്നെ ഫ്ലൈറ്റിൽ എങ്ങനാ എയർ ഹോസ്റ്റസ് റോബോട്ടുകളാണോ അതോ മനുഷ്യൻ കാണുമോ അതോ ഏലിയൻ ആയിരിക്കുമോ? അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്ക്. കരാട്ടയും കുഫും കളറിയൊക്കെ പ്രോഗ്രാം ചെയ്ത എയർ ഹോസ്റ്റേഴ്സാ. അവർക്ക് പഞ്ഞിക്കിട്ട് കളയത്തുള്ളൂ. ഓ ചന്ദ്രനിൽ ഓക്സിജൻ ഇല്ലല്ലോ, അപ്പൊ ഇവിടുന്ന് നിറച്ചോണ്ട് പോകാനാ ക്യാപ്സ്യൂള് രൂപത്തിൽ. ചെയ്തേക്കാം, അല്ലെങ്കിൽ പണി കിട്ടിയാലേ. 2 ആഴ്ചത്തെ വിസയേ ഉള്ളൂ. നീ ചെല്ലുമ്പോ 2 ആഴ്ച പകലായിരിക്കും, നിനക്ക് ഫുള്ള് പർച്ചേസ് ചെയ്യാം. അപ്പൊ അടിച്ചു പൊളിച്ചോണം. എടാ അപ്പൊ എനിക്ക് ഉറങ്ങണ്ടായോ? ഉറങ്ങുമൊന്നും വേണ്ട, അടിച്ചു പൊളിച്ചോണം. ഓ ഇവൻ എന്തായാലും കാര്യം പറഞ്ഞ കട്ടാക്കിട്ട് പോകല്ലോ. Welcome to Kerala Space Lines. Arriving at Tranquility Base. ചേടാ ഇതെന്തോടാ മരുഭൂമി തട്ടുകട ഇട്ട് വെച്ചേക്കുന്നു? ഇത് ഇതുവരെ ഇട്ടപ്പോൾ ഡെവലപ്പ് ആയില്ലല്ലേ? ചുമ്മാ പരസ്യം കൊടുത്ത് പറ്റിക്കും ആൾക്കാരെ. അപ്പം ഇത് ടാക്സി സ്റ്റാൻഡ് അല്ലേ കാണുന്നത്? ഹ്യൂമൻ ടാക്സി സ്റ്റാൻഡ്, ഏലിയൻ ടാക്സി സ്റ്റാൻഡ്, റോബോട്ട് വേണ്ട, മനുഷ്യനും വേണ്ട. മനുഷ്യനെ വിശ്വസിക്കാനേ പറ്റത്തില്ല. നമുക്ക് ഏലിയനെ വിളിക്കാം. അല്ല ചേട്ടൻ എത്ര നാളായി ചന്ദ്രനൊക്കെ വന്നിട്ട്? എൻ്റെ പൊന്ന് ചേട്ടാ, ഞാനുണ്ടല്ലോ പ്ലൂട്ടോലെ ഉണ്ടല്ലോ ഏലിയനായിരുന്നു. അങ്ങനെ ആ സൗരത്തിൽ കൂടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ ചന്ദ്രനിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടുത്തെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നെ പിടിച്ച് അടിമയാക്കി. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് അമ്മാരിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പൊ സ്വന്തമായിട്ട് ഓട്ടോ ഓടി ജീവിക്കുന്നു. അമ്മാരുടെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ കാര്യം തീർന്നു. ചേട്ടാ ഇവിടെ കൊച്ചി സിറ്റി അമ്മമാര് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ അവിടോട്ടൊന്ന് ഇറക്കാവും. എവിടാന്ന് അറിയത്തില്ല. ഇവിടുത്തെ മാപ്പും എന്റെ കയ്യിലില്ല. ചേട്ടാ അവിടെ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമാണോ? അവിടെ തന്നെ മതി. അവിടെ തന്നെ മതിയാ? മതി. മനുഷ്യന്റെ ഒരവസ്ഥകളെ. തോമസ് റോബോട്ടെ, നീ ആ ഹിന്ദു റോബോട്ടിനെയൊക്കെ ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട്. ഓണമൊക്കെ വരാൻ പോവാ. ആരാ എപ്പോഴാ വന്ന് മേടിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. വെൽക്കം ടു റെൻഡർ റോബോട്ട് സാർ. പറയും. എനിക്ക് ഓണമൊക്കെ വരുമല്ലായിരുന്നു ചേട്ടാ. അപ്പൊ എനിക്കൊരു മാവേലി സെറ്റ് ചെയ്ത് വേണമായിരുന്നു. ഓക്കെ, മാവേലി സെറ്റ് ചെയ്താ നല്ല വൃത്തിയായിട്ട് മെനയായിട്ടുള്ള മാവേലിയെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. എനിക്ക് 2-3 ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടത്തേക്ക് വേണ്ടിയായിരുന്നു മാവേലി. ഈ ഓണത്തിനൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയായിരുന്നു, പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ സാർ, നമുക്ക് നല്ല വൃത്തിയുള്ള മാവേലി ഉണ്ട്. ആ ഒറ്റ തവണ ചാർജ് ചെയ്താൽ മതി സാർ. അത് നമ്മുടെ ചിങ്ങത്തിൽ ചാർജ് ചെയ്താൽ 28 ഓണം വരെ അത് നിലനിൽക്കും. ഓ 28 ഓണം വരെ നിൽക്കില്ലയോ? അപ്പൊ അതേലത്തെ ഒരു 2 എണ്ണം വേണമായിരുന്നു. അപ്പൊ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പറഞ്ഞു. ഒരു ഹിന്ദു റോബോട്ട് തന്നെ വേണം. സാറിന് ഹിന്ദു റോബോട്ടിനെ കിട്ടും, ഹലാൽ ചെയ്ത സുന്നത്ത് ചെയ്ത റോബോട്ടിനെ കിട്ടും, വാമോദിസ ബുക്ക് റോബോട്ടിനെ കിട്ടും. ഏതിനെ വേണ്ടത് സാർ പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ റെഡിയാ. ഓ ഇതിന് ഇപ്പോഴേ തിരിച്ചു വെച്ചേക്കോ അല്ലേ? പിന്നല്ല സാറ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലയോ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ മതപരിവർത്തനമൊക്കെ നടത്തി കളയത്തില്ലയോ? ഹിന്ദു റോബോട്ടിനെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല സാറേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതുങ്ങൾക്കൊക്കെ ഇത് അറിയാവോ? അറിയാവോന്നോ? എന്റെ പൊന്ന് സാറേ, ഞാൻ ഇതെല്ലാം അവന്മാരുടെ തല ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. മനുഷ്യന്മാരെ ഫീഡ് ചെയ്യുന്ന റൂട്ട് തന്നെ. പിന്നല്ല. ഇപ്പൊ നമ്മുടെ ശബരിമലയിലെ തന്ത്രി ആരാന്നാ? ഞാൻ കൊടുത്ത റോബോട്ടല്ലയോ?
ആണോ? പിന്നല്ലേ, പിന്നെ നമ്മുടെ അടുത്ത് മുസ്ലിം റോബോട്ട് ഉണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പോയി അങ്ങ് നിസ്കരിക്കും. അതേപോലെ നമ്മുടെ കയ്യിൽ നല്ല നസ്രാണി റോബോട്ട് ഉണ്ട്. എല്ലാ ഞായറാഴ്ച 8-ന്റെ കുർബാന കൂടിയിട്ട് അവർ വരുത്തുള്ളൂ. ഇതൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാ. ചന്ദ്രനെ നശിപ്പിച്ച് ഇനി 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും ഇതിനൊരു മാറ്റം വരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എനിക്കാണെങ്കിലേ ഓണത്തിന് അത്തപ്പൂക്കളിടാൻ ഒരു റോബോട്ട് വേണം. തരാം. പിന്നെ ഓണത്തിന് ക്ലബിന്റെ പരിപാടി ഉണ്ടല്ലോ, ആ ക്ലബിന്റെ പരിപാടിക്ക് ഉറിയടിക്കാൻ വേണ്ടി അതിനും എനിക്ക് പകരം റോബോട്ട് വേണം. തരാം. പിന്നെ പാട്ടുണ്ടല്ലോ സ്റ്റേജിൽ കയറി അതിനും ഒരു റോബോട്ട്. പിന്നെ വള്ളംകളി കാണുമല്ലോ നമ്മുടെ ഗ്രൂപ്പിന്റെ, അതിനും ഒരു റോബോട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സദ്യ ഉണ്ടാക്കാനും എനിക്കൊരു റോബോട്ട് വേണം. തരാം. അത് തിന്നാനും ഒരു റോബോട്ടിനെ തരാം. അതെന്തിനാ? ഞാൻ തിന്നാ ഒക്കത്തില്ലേ? അത് റോബോട്ട് വേണ്ട, ഞാൻ തന്നെ തിന്നോളാം കേട്ടാ. വയറൻ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഡെലിവറി എടുത്തോ. സാറേ, ഞാൻ തന്നു വിടാം. പക്ഷെ എന്റെ മക്കളെ പോലെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാ. ഓരോരുത്തന്മാരെ തോന്നിവാസം കാണിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടുന്നുണ്ട്. അതുകൊണ്ട് സാറ് മാന്യമായിട്ടൊക്കെ നോക്കണം അതിന്. ചേട്ടാ, എന്താ മോനെ എനിക്ക് കുറച്ച് പച്ചക്കറി വേണമായിരുന്നു. മക്കള് ഭൂമിയിൽ നിന്നാണ് വരുന്നേ. മക്കളെ, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ ഫ്രഷ് പച്ചക്കറികളാ. അതെ, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചില്ല ഇപ്പൊ വന്നവന്റെ അടുത്ത് റോബോട്ടിനെ കൊടുക്കാന്ന് പറഞ്ഞത്? അവൻ നല്ല പയ്യനാന്ന്. നല്ല പയ്യൻ. അവനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ടുകൾ അറിയാവോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരുത്തൻ വന്നിട്ട് ഇവിടുന്ന് 2 പെൺ റോബോട്ടുകളെ മേടിച്ച് ഓർമ്മയുണ്ടോ? കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടിയിട്ടില്ല. അവിടെ പോയിട്ട് അത് ഭൂമിയിൽ പോയിട്ട് ആ പെൺ റോബോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? പീഡനത്തിന് ഇരയായോ? അതിനകത്ത് 2ാം പ്രതിയായവൻ ഇപ്പൊ എന്തിനാ മേടിച്ചോണ്ട് പോയേക്കുന്നത്? മാവേലിയെ കണ്ടറിയണം നിങ്ങളുടെ റോബോട്ടുകൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന്. കണ്ടോ തക്കാളിയുടെ വലിപ്പം കണ്ടോ മോനെ? തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിലോ ഉണ്ട്. അതൊക്കെ മുറിക്കണമില്ല, മരം മുറിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ച് മുറിക്കണം. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഹോട്ടലുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷം 5 വർഷം വരെ സാധനം ഇരിക്കും. അങ്ങനെ കുറേച്ച മുറിച്ച കടയിൽ കിട്ടാൻ മതി, ഇളക്കിയാൽ കൊടുത്താൽ മതി. സാധനം അടിപൊളി ടേസ്റ്റ്. കൊറേ വർഷം ഇരിക്കുമെന്നാ പറയുന്നത് ചേട്ടാ. അതെ അതെ അതെ, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. എന്നാ എനിക്കൊരു കിറ്റ് എടുത്ത ചേട്ടാ. കിറ്റോ? ഓണക്കിറ്റ് തന്നെ. ഓണക്കിറ്റ് എല്ലാ സാധനങ്ങളും ഫ്രഷ് സാധനങ്ങൾ വെച്ച് ഒരു കിറ്റ് അങ്ങ് തരും. അതെ, ഞാനൊരു ന്യൂസ് അറിഞ്ഞായിരുന്നു. നിങ്ങളുടെ ഇവിടുന്ന് സാധനം മേടിച്ചോണ്ട് പോയി കുറച്ചവർക്ക് ഭക്ഷ്യവിഷബാധയൊക്കെ ഏറ്റെന്ന്. അയ്യോ, അത് നമ്മുടെ ഒരു ചൊവ്വയെന്ന് വന്നൊരു ഏലിയൻ ഉണ്ടായിരുന്നു. ആ നാറിയുടെ കയ്യിലാ കൊടുത്തു വിട്ടെ. ഭൂമിയിലോട്ട് പോകുന്ന വഴി അവൻ ചൊവ്വ കയറിയിട്ട് പോയി. ചൊവ്വ വെച്ച് ഒരുത്ത ആരോ പണിഞ്ഞത് ഞങ്ങളെ. അങ്ങനെ പറ്റിപ്പോയെ. അല്ലെങ്കിൽ ഈ ചൊവ്വയിലുള്ളവന്മാർക്ക് ഭയങ്കര കുശുമ്പാന്നേ. ഭൂമിയിലുള്ളവരോടാ എനിക്ക് തോന്നിയായിരുന്നു. അതെ അതെ, അങ്ങനെ പണി തന്നതാ. അതെന്തോ ചേട്ടാ അവിടെ ഒരു പ്രശ്നം? അത് ഈ റോബോട്ടുകളുടെ പ്രൊട്ടസ്റ്റ് ആയി. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഇതുവരെ നിയമനം കൊടുത്തില്ലെന്നേ. റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് ഇതുവരെയായിട്ട് നിയമനം കൊടുത്തിട്ടില്ലെന്നോ? ഇല്ല. നമ്മുടെ കേരളം ഡെവലപ്പായി വരുന്നുണ്ടല്ലേ ഈ ഒരു കാര്യം. അതിന് മാത്രം ഇതുവരെ ഒരു മാറ്റവും ഇല്ല.